GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now. നമസ്കാരം, ഗറാട്ട പ്ലസ് മലയാളം റിവ്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഗിരീഷ് ഏടിയുടെ പുതിയ സിനിമയായ പ്രേമലുവാണ്. റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റിവ്യൂ സിനിമ മുഴുവൻ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ്. ഇത് ഇൻ്റർവെല്ലിൽ ഇറങ്ങി വന്ന് ചെയ്യുന്ന റിവ്യൂ അല്ല. ഇതിൽ സ്പോയിലേഴ്സ് കാണത്തില്ല. പിന്നെ ഇതിൽ എവിടെയെങ്കിലും ഉറക്കം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയുന്നതായിരിക്കും. ഇനി റിവ്യൂയിലോട്ട് കിടക്കാം. പ്രേമലു ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ലിറ്ററലി മൂവിയാണ്. കാരണം ഇതിൽ നമ്മുടെ നസ്ലിൻ ചെയ്യുന്ന കഥാപാത്രം സച്ചിൻ കടന്നു പോകുന്ന ഒരുപാട് ഇമോഷൻസ്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആ ഇമോഷൻസിലൂടെ കടന്നു പോകാത്ത ചെറുപ്പക്കാർ വളരെ കുറവായിരിക്കും. പിന്നെ നമ്മുടെ ഗിരീഷ് ഏടി ഇപ്പം മുന്നത്തെ സിനിമകളായി കഴിഞ്ഞാലും തണ്ണീർമത്തൻ ദിനങ്ങളായി കഴിഞ്ഞാലും സൂപ്പർ ശരണി ആയി കഴിഞ്ഞാലും യങ്സ്റ്റേഴ്സിൻ്റെ പൾസ് ഇത്ര ഭംഗിയായിട്ട് മനസ്സിലാക്കിയ ഒരു സംവിധായകൻ ഇപ്പം മലയാള സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണലി എനിക്ക് ഇത് പുള്ളിയുടെ ബെസ്റ്റ് വർക്കായിട്ടാണ് തോന്നിയത്. സൂപ്പർ ശരണിയിലും തണ്ണീർമത്തൻ ദിനങ്ങളിലും ഇപ്പോൾ സ്കൂളുകളും കോളേജിൽ നിന്നും വെച്ചുള്ള കഥകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൽ മറ്റേ പുള്ളിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് വർക്കിംഗ് മെൻ ആൻഡ് വിമൻ ആണ്. ഇതിൽ ഈ 3 മെയിൻ കഥാപാത്രങ്ങൾ ഉണ്ട്. ഒന്ന് മമിത ബൈജു ചെയ്യുന്ന റീനു എന്ന കഥാപാത്രം, പിന്നെ നസ്ലിൻ്റെ സച്ചിൻ, പിന്നെ ശ്യാം മോഹൻ ചെയ്യുന്ന ആദി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പിന്നെ ഇവരുടെ നസ്ലിൻ്റെ ഫ്രണ്ടായ സംഗീത് പ്രതാപ് ചെയ്യുന്ന അമൽ ഡേവിസ് എന്നൊരു കഥാപാത്രം പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഇവർ 3 പേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റും പിന്നെ ഒരു യുദ്ധം തന്നെയാണ്. ഇപ്പം ഈ ശ്യാമോഹൻ അല്ലെങ്കിൽ നസ്ലിന് ആർക്കാണ് പെണ്ണിനെ കിട്ടുക എന്നുള്ളൊരു യുദ്ധം തന്നെയാണ് ഈ സിനിമയിലെ ഉടനീളം ഉള്ളത്. അപ്പം എന്താ പറയുക, ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊന്നും അല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്, അവരുടെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ നസ്ലിനെ കാണുന്നത് എന്തിനാണ് നമുക്കറിയാമല്ലോ. പുള്ളിക്ക് ഒരു ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ചാമുണ്ട്. പുള്ളിയുടെ കുട്ടിക്കളിയും പിന്നെ ചില മിസ്ചീവസ് ആയിട്ട് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത് പലതവണ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിലൊരു പുതുമ പുള്ളി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് മമിതയുടെ ക്യാരക്ടറായി കഴിഞ്ഞാലും ഈ ചെയ്യുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. പിന്നെ ശ്യാം മോഹൻ ചെയ്യുന്ന ആദ്യം എന്ന ക്യാരക്ടർ ശരിക്കും നമ്മളെ വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ശരിക്കും എന്താ പറയുക, നമുക്ക് 2 കൊടുക്കാൻ തോന്നും പുള്ളിയെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവൻ നസ്ലിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മമിതയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ത്രൂ ഔട്ട് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഈ കഥ എങ്ങോട്ടാണ് പോകുന്നത്, കാരണം ഇത് ഭയങ്കര ഒരു പുതുമയുള്ള കഥയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഫെമിലിയറായിട്ട് നമ്മളിതിന് മുന്നേ കണ്ട കഥകൾ തന്നെയാണ്. അപ്പം പക്ഷേ ഗിരീഷിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഈ മുന്നേ കണ്ട കഥകൾ എങ്ങനെ നമ്മളൊരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഗിരീഷ് ഏടീൻ്റെ ഇത്തവണ ഒരു കോ റൈറ്ററും കൂടെ ഉണ്ട്, കിരൺ ജോസി എന്നുണ്ട്. പുള്ളി ചെയ്ത ചില ഷോർട്ട് ഫിലിംസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അനുരാഗ് എഞ്ചിനീയറിംഗ് വർക്ക്സ്, പിന്നെ ബിനീഷ് ഷെട്ടർ റൂംമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓൾറെഡി പുള്ളി ആ ഷോർട്ട് ഫിലിംസിലൂടെ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ എഴുതാൻ നല്ല ഭംഗിയായിട്ട് എഴുതാന്നുള്ള ഒരു കഴിവ് തെളിയിച്ച ഒരാളാണ്. അപ്പോൾ ഇതിൽ ഗിരീഷിൻ്റെ ഒരു ടാലൻറ്റും കൂടെ ചേരുമ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസൾട്ട്സാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു വിജയ് കമ്പോസർ, എനിക്ക് പുള്ളി ചെയ്തത് വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വർക്ക് പ്രേമലു തന്നെയാണ്. ഇതിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമ്മുടെ KG മാർക്കോസ് ഒരു ഗംഭീര തിരിച്ചുവരവ് ഒരു പാട്ടിലൂടെ നടത്തുന്നുണ്ട്. ബീറ്റ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ എന്താണ് കാണുന്നത് അതിൻ്റെ വൈബ്സ് എക്സാക്ട്ലി ഒരു പെർഫെക്റ്റ് സിങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബീറ്റ്സാണ് ഇതിൻ്റെ. ഇതിൽ അജ്മൽ സാബുവിൻ്റെ സിനിമാറ്റോഗ്രാഫി ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. അതേസമയം ചുറ്റുപാടുകളുടെ ഒരു ഭംഗിക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസിനെ ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഇതിലും കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ളൊരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതും നമ്മൾ ആർക്ക് വേണ്ടിയാണ് നമ്മൾ റൂട്ട് ചെയ്യുന്നതും അവരെ വളരെ അടുത്തറിയാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിങ്ങും എന്താ പറയുക, ഇവരുടെ ജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങൾ ഭയങ്കര ക്വർക്കി ആയിട്ടുള്ള സ്വഭാവം. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഡെയിലി നടക്കുന്ന ഭയങ്കര സാധാരണമായിട്ടുള്ള കോൺവെർസേഷൻസ്, അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ പ്രേമലു ഒരു വളരെ മികച്ച സിനിമാനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഡ്യൂറേഷൻ ഒരു 2.5 മണിക്കൂർ ഏകദേശം ഉണ്ടാവും. പക്ഷേ നമ്മൾ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ എഡിറ്റർ ആകാശ് തോമസ് വർഗീസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പം അതാണ് Premalo review. GT Holidays, South India's #1 travel brand. Experience the next level of imaging with Vivo X100 series. Pre-book now.